ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട്. അപ്പോൾ അടുത്ത വർഷം JEE ക്രാക്ക് ചെയ്ത് NIT-യിലും IIT-യിലും അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന മക്കളാണ് നിങ്ങളെന്നറിയാം. അപ്പോൾ JEE എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കെമിസ്ട്രി എങ്ങനെ അപ്രോച്ച് ചെയ്യാം, കെമിസ്ട്രി ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ JEEയുടെ കേസിൽ ഒരു ടൈം സേവർ സബ്ജക്റ്റാണ് കെമിസ്ട്രി. കാരണം മറ്റു സബ്ജക്റ്റ് പോലെയല്ല, കെമിസ്ട്രിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഡയറക്റ്റ് സ്കോറിങ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇനോർഗാനിക്കിൻ്റെ കേസിൽ നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും ഇനോർഗാനിക് എന്ന് ചോദിക്കുക, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോബ്ലമാറ്റിക് ആയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉണ്ടാവുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അതുപോലെ ഓർഗാനിക്കിൻ്റെ കേസിലും എല്ലാ ക്വസ്റ്റ്യൻസും മെക്കാനിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓർഗാനിക്കിലും ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ കെമിസ്ട്രിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡയറക്റ്റ് സ്കോറിംഗ് ക്വസ്റ്റ്യൻസുകളാണ്. ഒരുപാട് ടൈം നമുക്ക് അവിടെ നിന്ന് ലാഭിക്കാൻ പറ്റും. ഈ ടൈമുകൾ ഉപയോഗിച്ചിട്ട് മറ്റു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനും അതുപോലെ ഫിസിക്സിലേക്കും മാത്സിലേക്കും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. സോ ഒരു ഡയറക്റ്റ് സ്കോറിംഗ് ക്വസ്റ്റ്യൻസുകൾ ഒരുപാടുണ്ട്. ടൈം സേവർ സബ്ജക്റ്റാണ്. അതുപോലെ മറ്റ് സബ്ജക്റ്റ് പോലെ നമുക്കറിയാം ഈക്വൽ വെയിറ്റേജ് ഉണ്ട്. പക്ഷേ മാത്സ് പോലെ ഫിസിക്സ് പോലെ അത്ര എഫേർട്ട് ഇടേണ്ടി വരില്ല കെമിസ്ട്രിക്ക്. ഒരു JEE കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഓക്കെ, സോ ദെൻ നമുക്കറിയാം കെമിസ്ട്രിയുടെ 3 പില്ലേഴ്സുകൾ അല്ലേ. ഈ പില്ലേഴ്സ് ഈ രീതിയിൽ തന്നെ ഈ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ JEE പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇതിനെ കാണണം. നമുക്കറിയാം ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി 3 ഭാഗങ്ങളുണ്ട്, 3 പാർട്ടുകളുണ്ട്. ആ 3 പാർട്ടുകൾ 3 പാർട്ടായിട്ട് തന്നെ നമ്മൾ ഒരു JEE സ്റ്റുഡൻറ്റ് കാണണം. കാരണം ഇനോർഗാനിക് പഠിക്കുന്ന പോലെയല്ല ഫിസിക്കൽ അപ്രോച്ച് ചെയ്യേണ്ടത്. ഫിസിക്കൽ അപ്രോച്ച് ചെയ്യേണ്ട അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓർഗാനിക് അപ്രോച്ച് ചെയ്യുന്ന രീതി ഓരോന്ന് വ്യത്യാസങ്ങളുണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കോൺസെപ്റ്റ്സ് പ്ലസ് ഫോർമുല അങ്ങനെയാണ് ഞാൻ പറയുള്ളൂ. ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ കോൺസെപ്റ്റ്സ് പ്ലസ് ഫോർമുലയാണ്. നമ്മൾ വെറുതെ ഫോർമുല മാത്രം പഠിക്കരുത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം. ഓരോന്ന് പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. ഒരു തവണ ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഇക്വിലിബ്രിയം JEEക്ക് വേണ്ടി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി, അല്ലെങ്കിൽ റിഡോക്സ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇങ്ങനെ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ, കൈനറ്റിക്സ് ആയിക്കോട്ടെ, ഒരു ഫസ്റ്റ് തവണ അത് പഠിക്കുമ്പോൾ കറക്റ്റ് കുറച്ച് ടൈം എടുത്തോ. ഫസ്റ്റ് തവണ പഠിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് അത് കറക്റ്റ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. കാരണം എല്ലാ നമ്മൾ JEEക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ റയർ ആയിരിക്കും. കുറച്ച് എന്തായാലും നമ്മൾ അതിലെന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അതിൽ ആ ക്വസ്റ്റ്യൻ ഇട്ടാലും കൊടുത്തിട്ടുണ്ടാവും. ഓരോ ഫിസിക്കൽ കെമിസ്ട്രിയുടെ അല്ല ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓരോ ടൈമിലും ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ, ഓരോ ടൈമിലും തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും അത് ഡീപ്പായിട്ട് പോകണ്ടാവും. ഒരു തവണ പഠിക്കുമ്പോൾ, ആദ്യത്തെ തവണ പഠിക്കുമ്പോൾ കറക്റ്റ് എല്ലാ കോൺസെപ്റ്റും റെഡിയാക്കിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ നമ്മൾ കോൺസെപ്റ്റ് റീബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിലൂടെയാണ്. ഫസ്റ്റ് തവണ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈം എടുത്ത് ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നീട് ഓരോ ടൈമിലും നമ്മളത് റിവൈസ് ചെയ്യുമ്പോൾ, ആ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ പിന്നീട് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. നമ്മൾ ഫിസിക്സ് എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുക അതുപോലെ തന്നെയാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർമുലാസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കോൺസെപ്റ്റ്സ് പ്ലസ് ഫോർമുല, അതാണ് ഫിസിക്കൽ കെമിസ്ട്രി. റെഡി. പിന്നെ കുറേ ലോജിക്കൽ അപ്രോച്ചുകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ മോൾ കൺസെപ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ മോൾ കൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ച JEEയുടെ ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ എത്രയോ വോളിയൊക്കെ തന്നിട്ട് ഒരു ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണം കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടിയാൽ അതിൻ്റെ ഇരട്ടിയാണ് പിന്നെ ആറ്റങ്ങളുടെ എണ്ണം വരിക അല്ലേ. ഡയാറ്റോമിക് അല്ല, അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടിയാൽ ഇരട്ടിയാണ് പിന്നെ ആറ്റങ്ങളുടെ എണ്ണം വരിക. അപ്പോൾ അത് അത്യാവശ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അത്യാവശ്യം കാൽക്കുലേഷനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണത്. പക്ഷേ ഒരു കുട്ടി അത് വളരെ ഈസി ആയിട്ട് ആൻസർ പറഞ്ഞു. ഓപ്ഷൻ C ആണ് സാറേ ആൻസർ എന്ന് പറഞ്ഞു പെട്ടെന്ന്. കാരണം ആ കുട്ടി അവിടെ ലോജിക്കാണ് യൂസ് ചെയ്തത്. അയാൾ ചെയ്ത് നോക്കിയിട്ട് പോലുമില്ല. ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച ആ സെക്കൻഡിൽ തന്നെ ആൻസർ C ആണെന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാലോ ഈ മോളിക്യൂളിൻ്റെ എണ്ണോ ആറ്റങ്ങളുടെ എണ്ണം രണ്ടും ചോദിച്ചിട്ടുണ്ട്. മോളിക്യൂളിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ ആറ്റങ്ങളുടെ എണ്ണം വരിക. അപ്പോൾ അങ്ങനെ ഇരട്ടി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
ഇരട്ടി ഒരു വാല്യൂ പ്ലസ് ഒരു വാല്യൂ അതിൻ്റെ ഇരട്ടി വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അതിലുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് അത് ആൻസർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, അപ്പോൾ ആ ലോജിക്കലിയാണ് ആ കുട്ടി അതിലേക്ക് പോയത്. അവിടെ അയാൾ അതിൻ്റെ നോളേജ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വളരെ ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു 1-2 ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ വെറും അങ്ങനത്തെ കുറേ വെറും നോളേജ് മാത്രമല്ല, അങ്ങനെ കുറേ ലോജിക്കൽ അപ്രോച്ചും കൂടെ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നടത്തുക. അപ്പോൾ ഈ ഒരു ലോജിക്ക് കിട്ടുക ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ തന്നെയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യും, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുകളും ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ സ്കില്ലുകളൊക്കെ കിട്ടുക. അപ്പോൾ ലോജിക്കൽ അപ്രോച്ചും കൂടെ അതിലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്കറിയാം മാത്തമാറ്റിക്കൽ സ്കിൽ, അതെന്തായാലും ഒരു പ്രോബ്ലം. പിന്നെ ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു ജെയുടെ കുട്ടിയുടെ കേസിൽ മാത്തമാറ്റിക്കൽ സ്കില്ല് ബിൽഡ് ചെയ്യണം എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. കാരണം ആൾറെഡി നമ്മൾ മാത്സും ഫിസിക്സും ഡെപ്തിൽ പഠിക്കുന്നത് കൊണ്ട് മാത്തമാറ്റിക്കൽ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാലും ശ്രദ്ധിക്കേണ്ടത് ലോഗരിതം ആൻറ്റി ലോഗ് കാണാൻ അങ്ങനത്തെ മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ എന്തായാലും അറിയണം. അത് വെറുതെ അതിൻ്റെ ലോഗരിതത്തിൻ്റെ കാര്യങ്ങളല്ല, അതിൻ്റെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും അല്ലേ, എങ്ങനെ ആൻറ്റി ലോഗ് പെട്ടെന്ന് കാണാം, എങ്ങനെ ലോഗിൻ്റെ വാല്യൂസ് അല്ലേ, ലോഗിൻ്റെ ഓപ്പറേഷൻസുകൾ, പവറുകളുടെ ഓപ്പറേഷൻസുകൾ. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് അറിയുന്നത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മാത്തമാറ്റിക്കൽ സ്കില്ല് നിർബന്ധമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം PH കാൽക്കുലേഷനിലൊക്കെ ലോഗും ആൻറ്റി ലോഗും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തെർമോഡൈനാമിക്സിൽ ഇലക്ട്രോലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരും. പിന്നെ 10ൻ്റെ പവറുകൾ വരുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ കൈകാര്യം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ മാത്സ് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക, ഫോർമുലാസ് പഠിക്കുക. ഫോർമുലാസ് എപ്പോഴും തെറ്റിപ്പോകുന്ന ചില ഫോർമുലാസുകൾ ഉണ്ടാവും. കുറേ ഫോർമുലാസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് +1 +2 പഠിച്ച് കുറേ ഫോർമുല നമ്മുടെ മൈൻഡിൽ പെട്ടെന്നുണ്ട്. ഇപ്പോൾ PH കാണാനുള്ള ഇക്വേഷൻ -log കോൺസെൻട്രേഷൻ ഓഫ് H+, ആ ഒരു ഫോർമുല നമുക്ക് എപ്പോഴും അറിയുന്ന ഫോർമുലയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുതിയതായിട്ടൊരു ഫോർമുല പഠിക്കുമ്പോൾ അത് നമ്മൾ മൈൻഡിൽ നിൽക്കാത്ത ചില ഫോർമുലാസ് ഉണ്ടാവും. അങ്ങനത്തെ ഫോർമുലാസ് പ്രത്യേകം നോട്ട് ചെയ്യണം. അല്ലാതെ എല്ലാ ഫോർമുലയും നിങ്ങൾ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുറേ ഫോർമുല നമുക്ക് അറിയാം, നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഫോർമുലാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഫോർമുല അല്ലേ, പക്ഷേ നമ്മൾ എപ്പോഴും മറന്നു പോകാൻ സാധ്യത നമുക്ക് തോന്നുന്ന ഫോർമുലാസ് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം കേട്ടോ. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ അവിടെ ഇനോർഗാനിക് വായിക്കുമ്പോൾ NCERT അതാണ് ഇനോർഗാനിക്. NCERT മുമ്പിൽ വെക്കുക, കറക്റ്റ് വായിക്കുക. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് D&F, അതുപോലെ പിന്നെ P ബ്ലോക്കിൻ്റെ ടോപ്പിക്കുകൾ, അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഇനോർഗാനിക് പഠിക്കുമ്പോൾ NCERT മസ്റ്റായിട്ട് വായിക്കണം. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും. ഈ ജെയിൻ്റെ കേസിൽ കുട്ടികളോട് ഇനോർഗാനിക്കിൻ്റെ കേസ് പറയുമ്പോൾ കുറച്ച് ചടപ്പായിട്ട് തോന്നും. കാരണം അവർ മറ്റു സബ്ജക്റ്റൊക്കെ അങ്ങനെ ഒരു സ്കില്ല് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് മനപ്പാടാക്കേണ്ട, മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇനോർഗാനിക് നമ്മൾ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ ലാഭിക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇനോർഗാനിക് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ, അപ്പോൾ ഞാൻ ജെയ് പ്രിപ്പയർ ചെയ്ത ആളാണ്, ഞാൻ NIT പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ ജെയ് പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്കും ഇതുപോലെ ഒരു ചടപ്പ് തോന്നിയിട്ടുണ്ട് ഇനോർഗാനിക് വായിക്കുമ്പോൾ. കാരണം നമുക്കത് കുറേ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു തവണ ഇപ്പോൾ നിങ്ങൾ D&F ബ്ലോക്ക് വായിക്കുമ്പോൾ ആദ്യത്തെ തവണ വായിക്കുമ്പോൾ നല്ലോണം ടൈം എടുത്തു. ചിലപ്പോൾ ഒരു ദിവസം അതുമ്പോൾ കൂടേണ്ടി വരും, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കൂടേണ്ടി വരും. പക്ഷേ നിങ്ങൾ ആദ്യത്തെ തവണ വായിക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ ശരിക്കും വായിച്ച്, ആദ്യം ഒരു ടോപ്പിക്ക് വായിച്ച്, പിന്നെ അതൊന്നുകൂടി മൈൻഡിൽ റിവൈസ് ചെയ്ത്, അതിൻ്റെ വേണമെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ, NCERT ക്വസ്റ്റ്യൻസൊക്കെ നോക്കി അത് റെഡി ആയിട്ട് അടുത്ത പേജ് എടുക്കുന്നു, അത് വായിക്കുന്നു. അങ്ങനെ കുറച്ച് ടൈം എടുത്തോ, ഒരു തവണ നിങ്ങൾ നല്ലോണം ടൈം എടുത്ത് വായിച്ച് നോക്കാം. പിന്നെ നിങ്ങളത് മറക്കൂല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ വെറുതെ ഇങ്ങനെ റിവൈസ് ചെയ്ത് കൊടുത്താൽ തന്നെ മൈൻഡിലേക്ക് അതിങ്ങനെ വന്നോളും. അപ്പോൾ ഇത് ആദ്യത്തെ തവണ വായിക്കുമ്പോൾ കറക്റ്റ് വായിക്കുക, കറക്റ്റ് ടൈം എടുത്തു, നല്ലോണം ടൈം എടുക്കും. ഇനോർഗാനിക്കിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാണാതെ പഠിക്കേണ്ട കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട് അത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ടൈം എടുത്താലും അതിനുള്ള ഇത് നമുക്ക് കിട്ടും, അതിനുള്ള സാധനം നമുക്ക് കിട്ടും, അതിൻ്റെ ഉള്ള എഫേർട്ട്, അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, ടൈം എടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ലൈൻ ബൈ ലൈൻ NCERT വായിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഒരുപാട് ഓർഡറുകൾ ഉണ്ടാവും. ഇപ്പോൾ ഏത് ഇനോർഗാനിക് ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നമുക്കറിയാം കുറേ ട്രെൻഡുകൾ, കുറേ ഓർഡറുകൾ ഉണ്ടാവും. അതിൽ റെഗുലർ ഓർഡറുകളൊക്കെ നമ്മൾ അതുപോലെ പഠിച്ചു വെക്കുക. അപ്പോൾ അറ്റോമിക് സൈസ് ആണെങ്കിലും, മെറ്റാലിക് ക്യാരക്ടർ,
അതുപോലെ ബേസിസിറ്റി അല്ലെങ്കിൽ റെഡ്യൂസിങ് പവർ, ഓക്സിഡൈസിങ് പവർ, ഇങ്ങനെ കുറേ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ, ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ, അങ്ങനെ കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജനറൽ ട്രെൻഡുകളൊക്കെ നമ്മൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. പക്ഷേ കുറേ അബ്നോർമൽ ട്രെൻഡുകൾ ഉണ്ടാവും, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവും. എക്സെപ്ഷണൽ കേസുകൾ പ്രത്യേകിച്ച് ഒരു ബുക്കിലേക്ക് മാറ്റിയിട്ട് ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കണം. ജനറൽ ട്രെൻഡുകൾ പിന്നെ ഞങ്ങൾ ചാപ്റ്റർ വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചു പോയാൽ മതി. പക്ഷേ അബ്നോർമൽ ട്രെൻഡുകളും എക്സെപ്ഷണൽ കേസുകളും പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ റെഗുലർ റിവിഷൻ ഇനോർഗാനിക്കിൻ്റെ കേസിൽ നിർബന്ധമാണ്. കാരണം മറന്നു പോവും. ഇനോർഗാനിക്കാണ് നമ്മൾ എത്ര വായിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ആദ്യത്തെ തവണ പഠിക്കുമ്പോൾ നല്ലോണം ടൈം എടുത്ത് വായിക്കുക. അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പേജ് വായിച്ചാൽ അതന്നെ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. എന്നിട്ട് അടുത്ത പേജ് വായിക്കുക, ഇടയ്ക്ക് റിവൈസ് ചെയ്യുക. അതുപോലെ ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ DNF പഠിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും നോക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമ്പോഴാണ് അത് മൈൻഡിൽ നിൽക്കുകയുള്ളൂ. കാരണം ഫിസിക്കൽ പോലെ ഓർഗാനിക് പോലെ എല്ലാം മറന്നു പോകാൻ ഏറ്റവും സാധ്യത ഉണ്ട്. റെഗുലർ റിവിഷൻ ഇനോർഗാനിക്കിൻ്റെ കേസിൽ അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നു, ഒരു വീക്കിലി ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചാൽ ആ ചാപ്റ്റർ വീക്കിലെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അതുപോലെ ഓരോ ഇനോർഗാനിക് ചാപ്റ്റേഴ്സും ഓരോ വീക്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഓടിച്ചെങ്കിലും റിവൈസ് ചെയ്യണം. ആദ്യത്തെ തവണ ശരിക്കും ടൈം എടുത്ത് വായിക്കണം, പിന്നീട് ഓരോ ടൈമിലും വീക്കിലി റിവൈസ് ചെയ്യണം. അത് മസ്റ്റാണ്. ഓക്കെ. പിന്നെ ഓർഗാനിക്കിൻ്റെ കേസിൽ നമുക്കറിയാം, ഓർഗാനിക്കിൻ്റെ കേസിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി GOC അത് പക്കയാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ ഉദ്ദേശം. പ്രത്യേകിച്ച് റിയാക്ഷൻ മെക്കാനിസത്തിലെ എഫക്റ്റുകളുടെ ഭാഗം 4 എഫക്റ്റുകൾ: ഇൻഡക്റ്റീവ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ. ഈ 4 എഫക്റ്റുകളും അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ മസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിക് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം അതറിഞ്ഞാലേ നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് റിയാക്ഷൻസ് ബേസിൽ, കാരണം ഈ എഫക്റ്റുകളുടെ ഭാഗം മറ്റ് ചാപ്റ്റേഴ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ 4 എഫക്റ്റുകൾ പ്ലസ് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതെല്ലാ ലെവലും ചെയ്തോ. ആദ്യം ബേസ് ലെവൽ ചെയ്യുക. ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ GOC പഠിച്ചപ്പോൾ റെസൊണൻസ് പഠിച്ച് അതിൻ്റെ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ PYക്ക് നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് PYക്ക് നോക്കരുത്. കാരണം PYക്ക് ചിലപ്പോൾ നിങ്ങൾ കാണാം അതിലെ അന്നേ വരെ ചോദിച്ചാൽ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് കണ്ട് എന്തോ സംഭവം വിചാരിച്ച് നിൽക്കരുത്. അതിപ്പോൾ ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റുള്ള ഒരു ഭാഗം പഠിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ഏറ്റവും സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുക. അല്ലെങ്കിൽ NCERT തന്നെ ഉണ്ടാവും, സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ബുക്കിൽ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക, എന്നിട്ട് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് അതിലെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോഴേ ആ കോൺസെപ്റ്റ് ബിൽഡായി വരുള്ളൂ. കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ്, ഏത് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ബേസിക് ലെവൽ പ്രോബ്ലം, പിന്നെ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ, ദെൻ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോഴേ കോൺസെപ്റ്റ് മെല്ലെ ബിൽഡ് ആവേണ്ട കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ വലിയ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്ത് എന്തോ സംഭവം വിചാരിച്ച് പിന്നെ അതെന്തോ സൊല്യൂഷനൊക്കെ നോക്കി വെറുതെ ഓടിച്ച് പോവുക എന്നതിലുപരി ബേസിക്, മോഡറേറ്റ്, ഹൈ ലെവൽ ആ രീതിയിൽ തന്നെ ഓർഗാനിക് പഠിക്കണം കേട്ടോ. ഓർഗാനിക്കിലെ പ്രത്യേകിച്ച് GOCയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഇമ്പോർട്ടൻ്റ് മെക്കാനിസം, എല്ലാ റിയാക്ഷനും മെക്കാനിസം നമുക്ക് ആവശ്യമില്ലെങ്കിലും പക്ഷേ പല ഇമ്പോർട്ടൻ്റ് മെക്കാനിസംസുകളുണ്ട്. അതെന്തായാലും നമ്മൾ ഒട്ടും മെക്കാനിസം പഠിക്കാണ്ട് പോകരുത് JEEയുടെ കേസിൽ. കാരണം എന്തായാലും മെക്കാനിസം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ ഓർഗാനിക്കിൻ്റെ കേസിൽ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ചെയ്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആവില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മെക്കാനിസംസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം ഉണ്ട്. ഓക്കെ, ഹൈഡ്രോകാർബൺസിലാണ് അത് വരുന്നത്. അതുപോലെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം SN1, SN2, അത് SNAR, അങ്ങനത്തെ കുറച്ച് മെക്കാനിസം. അതുപോലെ എലിമിനേഷൻ്റെ E1 മെക്കാനിസം, E2 മെക്കാനിസം, അങ്ങനത്തെ എലിമിനേഷൻ്റെ മെക്കാനിസം. ഇലക്ട്രോഫിലിക് അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ മെക്കാനിസം. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില റിയാക്ഷൻസിൻ്റെ മെക്കാനിസംസ് മസ്റ്റായിട്ട് അറിയണം. കാരണം ആ റിയാക്ഷൻസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെക്കാനിസം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് മെക്കാനിസം, അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് നെയ്മഡ് റിയാക്ഷൻ. എല്ലാ റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നെയ്മഡ് റിയാക്ഷൻ തന്നെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യൽ മസ്റ്റാണ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. പിന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. കാരണം NCERT നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും പിന്നെ പല ചാപ്റ്റേഴ്സിലായിട്ട്, ഓർഗാനിക്കിൻ്റെ കേസിൽ പല ചാപ്റ്റേഴ്സിലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കായിരിക്കും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം, പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റാം. പ്രത്യേകിച്ച് ഈ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും അല്ലേ, ഇപ്പോൾ ആൽക്കോൾസ് എടുക്കുമ്പോൾ, ആൽഡിഹൈഡ് എടുക്കുമ്പോൾ, അമീൻസ് എടുക്കുമ്പോൾ, ഹലോൽക്കിൻസിലും, ഹൈഡ്രോകാർബൺ ഒക്കെ പല റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസിങ് ഏജൻറ്റ് വരുന്നുണ്ട്. പക്ഷേ പല റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസിങ് ഏജൻറ്റ്
ഓക്സിഡൻറ്റ് കോമൺ ആയിരിക്കും. ഇപ്പോൾ KMnO4 ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അയാൾ നമുക്കറിയാം ആൽക്കീൻ ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. അതുപോലെ ആൾഡിഹൈഡിന് കീറ്റോണെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്, ആൽക്കോളിനെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല സ്ഥലത്തും KMnO4 വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഓക്സിഡേഷനൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. അതുപോലെ K2Cr2O7, അതുപോലെ LiAlH4, പല സ്ഥലത്തും LiAlH4 ഇപ്പോൾ സയനൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ വരുന്നുണ്ട്, അമീൻസിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ആൾഡിഹൈഡിന് കീറ്റോണിൽ ലിഥിയാലുമിനേറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആലോൽക്കീൻസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലിഥിയാലുമിന ഹൈഡ്രേറ്റ്. അപ്പോൾ അയാളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അയാളുടെ റിഡക്ഷൻസ് എല്ലാം, അയാളുടെ NaBH4 അല്ലെ, KMnO4, ഇങ്ങനെ അതൊക്കെ ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് പഠിക്കുക. ആരൊക്കെ ഓക്സിഡൈസ് ചെയ്യും, ആരൊക്കെ റെഡ്യൂസ് ചെയ്യും, അതൊക്കെ ഒരുമിച്ച് ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഒരുമിച്ച് പഠിച്ചാൽ മതി. അതുപോലെ അസിഡിറ്റി ബേസിസിറ്റി ഒക്കെ പല ചാപ്റ്റേഴ്സിലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ ആൽക്കോൾസ് ഫിനോൾസ് പഠിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് അസിഡിറ്റി വരുന്നുണ്ട്, അമീൻസിൽ ബേസിസിറ്റി വരുന്നുണ്ട്. പക്ഷേ ഈ അസിഡിറ്റി നോക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളും അതിൽ വരുന്ന എക്സെപ്ഷണൽ കേസുകളും SIR എഫക്ട്, സ്റ്റെറിക് ഹിൻഡ്രൻസിൻ്റെ കേസുകൾ അല്ലേ, ഓർത്തോ എഫക്റ്റിൻ്റെ കേസുകൾ, അങ്ങനത്തെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കേസുകളൊക്കെ ഉണ്ടാവും. അതുപോലെ ബേസിസിറ്റി പഠിക്കും. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് പഠിക്കുക. കാരണം ഏകദേശം ഒരേ കോൺസെപ്റ്റിൽ പിന്നെ പോകുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ അതൊക്കെ ക്ലബ് ചെയ്ത് ഒരുമിച്ച് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ കുറേ ഓർഗാനിക് നമ്മളിങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് ഇങ്ങനെ പരപരാ പഠിക്കുമ്പോഴാണ് കൺഫ്യൂഷൻസുകൾ വരിക, മറന്നു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഇതൊക്കെ ക്ലബ് ചെയ്ത് നമ്മൾ മെക്കാനിസംസ് ഒക്കെ ക്ലബ് ചെയ്തിട്ട് പഠിക്കുക. ഇപ്പോൾ പറഞ്ഞില്ലേ, എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, അങ്ങനെ അതൊക്കെ ഒരുമിച്ച് പഠിക്കുക. അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ കത്തും, കാര്യങ്ങൾ ഈസി ആവും. കാരണം ഓരോ മെക്കാനിസംസിൽ വരുന്ന ഡിഫറൻസുകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ അത് ഒരിക്കലും മറന്നു പോവില്ല. നമുക്ക് തന്നെ അത് സ്വയം മെക്കാനിസം ബിൽഡ് ചെയ്യാൻ പറ്റും. എക്സാം ഹാളിൽ പോയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് കിട്ടും. ഓക്കെ, അപ്പോൾ മെക്കാനിസംസ് ഒക്കെ ഒരുമിച്ച് പഠിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, റെഡ്യൂസിങ് ഏജൻറ്റ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതെല്ലാം ഒരുമിച്ച് പഠിക്കുക. അതുപോലെ ഇങ്ങനെ അസിഡിറ്റി ബേസിസിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് വേറെ പഠിക്കുക. ഓക്കെ, പിന്നെ GOC നമ്മൾ സെപ്പറേറ്റ് ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക. നെയ്മഡ് റിയാക്ഷൻസിന് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്നാലും മറ്റു റിയാക്ഷൻസുകളും കൂടി പഠിക്കണം. ഓക്കെ, സോ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കുക അത് ഓർഗാനിക് പഠിക്കാൻ. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ ഈസി ആവും. ഓക്കെ, അല്ലാതെ ചെറപറ അങ്ങനെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ വെറുതെ എന്തൊക്കെയോ ആദ്യം കുറേ റിയാക്ഷൻ പഠിക്കുന്നു, പിന്നെ വേറെന്തോ പഠിക്കുന്നു, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ ഡിസോർഡർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കോളാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അടുത്തത് റിവിഷൻ സ്ട്രാറ്റജിയാണ്. റിവിഷൻ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇനോർഗാനിക്കാണ് നമ്മൾ ഏറ്റവും ആസ്പിറൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഇനോർഗാനിക്കിലാണ് റെഗുലർ റിവിഷൻ ഏറ്റവും കൂടുതൽ. എല്ലാവരും റിവിഷൻ നടത്തണം, പക്ഷേ ഇനോർഗാനിക്കാണ് നമ്മൾ കൂടുതൽ മറന്നു പോവുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യൽ ഇനോർഗാനിക് മസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ബാക്കിയും റിവൈസ് ചെയ്യണം, പക്ഷേ ഇനോർഗാനിക്കാണ് റെഗുലറായിട്ട് റിവൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ ഓർഗാനിക്കിൻ്റെ കേസിൽ റിയാക്ഷൻസ് റിവൈസ് ചെയ്യണം. കാരണം റിയാക്ഷൻസ് എത്ര പഠിച്ചാലും ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ 6 ഓർഗാനിക് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഒരുപാട് റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്, മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. പ്രത്യേകിച്ച് നെയ്മഡ് റിയാക്ഷൻസിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എങ്കിലും എല്ലാ റിയാക്ഷൻസും എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അതുപോലെ ഫോർമുല റിവിഷൻ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ. കാരണം ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ പറഞ്ഞു എല്ലാ ഫോർമുലയും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ട. ഞാൻ നിങ്ങളോട് ഷോർട്ട് നോട്ട് ആക്കാൻ പറഞ്ഞത് ഏതാ, മറന്നു പോകാൻ ചാൻസ് ഉള്ള, നമുക്ക് അത്ര പരിചയമില്ലാത്ത ഫോർമുലാസ് പഠിക്കുമ്പോൾ അതാണ് മറന്നു പോകാൻ ഏറ്റവും സാധ്യത. അപ്പോൾ അങ്ങനത്തെ ഫോർമുലാസ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റ്. ഇത് പിന്നെ നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ള എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് നമ്മൾ ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സാം എത്തുന്നതിൻ്റെ ഒരു മാസം മുമ്പൊക്കെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചാപ്റ്ററുകളെല്ലാം പഠിച്ചിട്ട് എല്ലാ സബ്ജക്റ്റും ഓക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, JEയുടെ ഒരു 1 month മുമ്പ് ആ ഒരു എല്ലാ ചാപ്റ്ററും പഠിച്ചതിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതാം കേട്ടോ. അത് ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വീക്കിലി ഓഡിറ്റ്, ഇടയ്ക്കിടയ്ക്ക് വീക്കിലി നമ്മൾ ആ വീക്കിൽ പഠിച്ചപ്പോൾ നമ്മൾ ഒരു വീക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഫിസിക്കൽ കെമിസ്ട്രിയിലോ ഓർഗാനിക്കിലാണ് നമ്മൾ ഈ വീക്കിലി ഓഡിറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീക്കിലി ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരു പ്രോബ്ലം ചെയ്തു, ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലം നമുക്ക് കിട്ടിയില്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബ്ലം നമുക്ക് കിട്ടിയില്ല, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ നോക്കിയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അത് റെഡിയായി. പക്ഷേ നമ്മളത് പിന്നീട് നമ്മളത് പിന്നെ ആ സൊല്യൂഷൻ നോക്കിയത് കൊണ്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്, അല്ലാതെ നമ്മൾ സ്വയം കണ്ടുപിടിച്ച ഒരു ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് ആ സൊല്യൂഷൻ നോക്കിയിട്ടാണ് ആ കാര്യം മനസ്സിലായത്. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പിന്നീട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാം. കാരണം സൊല്യൂഷൻ നോക്കിയിട്ട് നമ്മൾ സ്വയം എത്തിയ ഒരു ആൻസറിലേക്ക് എത്തിയ ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സൊല്യൂഷൻ നോക്കിയിട്ടാണ് ഒരു ആൻസർ കണ്ടുപിടിച്ചത്, ആൻസറിലേക്ക് എത്തിയ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രത്യേകം നമ്മൾ സ്റ്റാർ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ വീക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ
അപ്രോച്ച് അങ്ങനെ കിട്ടിയ കുറേ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ സൊല്യൂഷൻ നോക്കിയിട്ട് പോയ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുമല്ലോ, അല്ലാതെ നമ്മൾ സ്വയം കണ്ടുപിടിക്കല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വീക്കിലി അങ്ങനത്തെ വീക്ക് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ചെയ്ത് നോക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്വയം കിട്ടുന്നില്ലേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫേം ആക്കണം. അത് ഓർഗാനിക്കിൻ്റെ കേസിലും ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം കിട്ടില്ല, ബട്ട് നമ്മൾ സൊല്യൂഷൻ നോക്കിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ സൊല്യൂഷൻ നോക്കിയിട്ട് വെറുതെ അങ്ങോട്ട് പോയാൽ പോരാ, സൊല്യൂഷൻ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് പോകണം. എന്നിട്ട് ആ വീക്ക് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ മാത്രം ഒന്നുകൂടി ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ നമുക്കത് റെഡി ആയിരിക്കണം. അപ്പോൾ അതാണ് വീക്കിലി ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എപ്പോഴും എക്സാംസുകളിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കണം. എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ ഓരോ എക്സാമിലും വരുത്തുന്നത്, അത് പ്രത്യേകിച്ച് ഒരു ബുക്കിൽ എഴുതി വെക്കണം. ആ മിസ്റ്റേക്കുകൾ പിന്നീടുള്ള എക്സാംസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് മിസ്റ്റേക്ക് നോട്ട് ബുക്ക് റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് നോക്കണം, എന്നാലേ ആ മിസ്റ്റേക്കുകൾ പിന്നീടുള്ള എക്സാംസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കാം. ദെൻ ലാസ്റ്റ് പറയാനുള്ളത് ബുക്സ് ആണ്. എല്ലാവരും ചോദിക്കുന്നതാണ് ഈ സബ്ജക്റ്റിന് ഏത് ബുക്ക് യൂസ് ചെയ്യണം, ആ സബ്ജക്റ്റിന് ഏത് ബുക്ക് യൂസ് ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കെമിസ്ട്രിയുടെ കേസിൽ ജെയ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ NCERT തന്നെയാണ് മെയിൻ. പ്രത്യേകിച്ച് ഇനോർഗാനിക് തിയറി വായിക്കാൻ ഇനോർഗാനിക്കിൻ്റെ കേസിൽ NCERT അല്ലാതെ വേറൊരു റെഫറൻസ് ഇല്ല. ഓക്കെ, ഓർഗാനിക്കിൻ്റെ കേസിൽ നല്ലൊരു നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ NCERT നോക്കണം. അതുപോലെ ഓർഗാനിക്കിൻ്റെയും ഫിസിക്കലിൻ്റെയും കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം NCERTയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസുകൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അത് ഫിസിക്കൽ കെമിസ്ട്രിയും ഓർഗാനിക്കിൻ്റെ കേസിലും. ഇനോർഗാനിക്കിന് പ്രത്യേകിച്ച് പറയേണ്ട NCERT തന്നെയാണ് ഇനോർഗാനിക്. ഫിസിക്കൽ ഓർഗാനിക് പലരും NCERT ചെയ്യില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഫിസിക്കലും ഓർഗാനിക്കൊക്കെ പഠിക്കുമ്പോൾ മറ്റു മെറ്റീരിയൽസൊക്കെ കുറേ നോക്കും, ഈ NCERT സ്കിപ്പ് ചെയ്യും. അത് ചെയ്യരുത്. NCERTൻ്റെ ഉള്ളിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ എക്സാമിന് ചോദിക്കും. നിങ്ങൾ പ്രീവിയസ് നോക്കി നമുക്ക് അതിൻ്റെ പ്രൂഫ് കാണാം. പ്രീവിയസ് നോക്കി NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ എക്സാമിന് ചോദിച്ചത് ഫിസിക്കൽ ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും. അതുകൊണ്ട് NCERTയുടെ എക്സസൈസിനെ നിങ്ങൾ വില കുറച്ച് കാണരുത് കേട്ടോ. ഫിസിക്കൽ ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും NCERTയിലെ എക്സസൈസിൽ അടിപൊളി ക്വസ്റ്റ്യൻസുകളുണ്ട്, നല്ല ക്വസ്റ്റ്യൻസുകളുണ്ട്. അതുകൊണ്ട് എല്ലാ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസുകൾ അതിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, NCERT കംപ്ലീറ്റ് ആക്കണം, എക്സസൈസ് കംപ്ലീറ്റ് ആക്കണം. ഇനി തിയറി വായിച്ചില്ലെങ്കിൽ പോലും നല്ല നോട്ടുണ്ടെങ്കിൽ ഓർഗാനിക്കിൻ്റെ കേസിലൊന്നും തിയറി വായിക്കേണ്ട ആവശ്യമുണ്ട് വരില്ല. പക്ഷേ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യലും മസ്റ്റാണ്, ഫിസിക്കൽ ആൻഡ് ഓർഗാനിക്. പിന്നെ ഇനോർഗാനിക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, NCERT ആണ് ഇനോർഗാനിക്. പിന്നെ PYQ അതാണ് അടുത്തത്. PYQൻ്റെ ഒരു ബുക്ക് ഉണ്ടാവില്ല, ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു 2018 ശേഷം, അതിന് മുമ്പുള്ളതും കിട്ടുകയാണെങ്കിൽ പ്രശ്നമല്ല. 2018 ഓൺവേർഡ്സ് 2018 to 2026 വരെയുള്ള ജെയിൻ്റെ PYQ അതന്നെ ഒരു വലിയ ബുക്കായിരിക്കും. കാരണം അത്രയും ഷിഫ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബുക്ക് എപ്പോഴും കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. ഇനി ബുക്കില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു PDF എന്തെങ്കിലും കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. ഇനി 2018 മുമ്പുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ട എന്നല്ല കേട്ടോ, ഇത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഇനി 2018 അത് കഴിഞ്ഞിട്ട് 2018 മുമ്പുള്ള ക്വസ്റ്റ്യൻസുകളും എന്ത് ചെയ്യണം, ടൈമിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മിനിമം എന്തായാലും എന്ത് ചെയ്യുക, 2018 ശേഷമുള്ള PYQs മസ്റ്റ്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഓക്കെ, പിന്നീട് ഇതാണ് മെയിൻ ബുക്കുകൾ, തന്നെയാണ് നമ്മളെ മെയിൻ ബുക്കുകൾ. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റു പബ്ലിക്കേഷൻ്റെ ബുക്കുകളും യൂസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ കോച്ചിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുക. ഒരു കോച്ചിങ് സെൻറ്ററിലെ മെറ്റീരിയൽ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് സെൻറ്റർ പേജ് ബോട്ടാണെങ്കിൽ ബോട്ടിൻ്റെ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ കോച്ചിങ് സെൻറ്ററിൻ്റെ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിന് മതി. ഒരു കെമിസ്ട്രിക്ക് നമ്മൾ ഇന്ന ബുക്ക് ഇന്ന പബ്ലിക്കേഷൻ്റെ ബുക്ക് എന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പബ്ലിക്കേഷൻ ഉണ്ട്. പാരിഹന്തിൻ്റെ ബുക്കുകളുണ്ട് അല്ലേ, അതുപോലെ ഒരുപാട്. ഇപ്പോൾ സിംഗേജ് ഉണ്ട്. സിംഗേജൊക്കെ കെമിസ്ട്രിയുടെ കേസിൽ നല്ലൊരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്ക് കൂടിയാണ് സിംഗേജ്. അപ്പോൾ സിംഗേജ് യൂസ് ചെയ്യുക, അരിഹന്തിൻ്റെ പബ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഇന്ന പബ്ലിക്കേഷൻ എന്ന് പറയുന്നില്ല, കെമിസ്ട്രിയുടെ കേസിൽ ഏതാണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ജയിക്കുള്ളൊരു മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങളെ കയ്യിൽ വെക്കാം. ഓക്കെ, ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് പബ്ലിക്കേഷൻ്റെ മെറ്റീരിയൽ കയ്യിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആകെ കൂടെ കുറേ ഇവിടുന്ന് ചെയ്യും, കുറേ അവിടുന്ന് ചെയ്യും. അപ്പോൾ ഒന്നും ഒരു കംപ്ലീഷൻ കിട്ടില്ല. ഒരു ബുക്ക് എപ്പോഴും കയ്യിൽ വെക്കണം നല്ലതാണ്. അതിൻ്റെ ഒപ്പം NCERT പ്ലസ് PYQ തന്നെയാണ് മെയിൻ കാര്യം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. കെമിസ്ട്രി ഒരു ഈസി സബ്ജക്റ്റാണ്. നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% മാർക്ക് അല്ലെങ്കിൽ 100% മാർക്ക്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുന്നു, കെമിസ്ട്രി ഈസ് എ ഈസി സബ്ജക്റ്റ്. സോ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.